ഒരിക്കൽ ഗയാസുരൻ എന്നു പേരുള്ള ഒരു അസുരൻ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റു അസുരന്മാരിൽ നിന്ന് അയാൾ തികച്ചും വ്യത്യസ്തനായിരുന്നു. അങ്ങേയറ്റം ദയാലുവും ധർമ്മനിഷ്ഠനുമായിരുന്നു അദ്ദേഹം. ഗയാസുരൻ ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആയിരക്കണക്കിന് വർഷങ്ങൾ കഠിനമായി തപസ് അനുഷ്ഠിച്ചു. തുടർന്ന് അവന്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ഭഗവാൻ നാരായണൻ പ്രത്യക്ഷപ്പെട്ടു. വത്സ ഗയാസുര, നിന്റെ തപസ് അത്യന്തം വിശിഷ്ടമാണ്. എന്ത് വരമാണ് നിനക്ക് വേണ്ടത് ചോദിച്ചാലും ഭഗവാൻ പറഞ്ഞു. ഗയാസുരൻ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇപ്രകാരം അപേക്ഷിച്ചു: ഭഗവാനെ, എന്റെ ശരീരം ഏറ്റവും പരിശുദ്ധമായിരിക്കണം. എന്നെ സ്പർശിക്കുന്ന ഏതൊരാൾക്കും അവന്റെ പാപഭാരങ്ങൾ എത്ര വലുതായാലും ഉടൻ തന്നെ മോക്ഷം ലഭിക്കണം. എന്നിലൂടെ ലോകത്തിന് നന്മയുണ്ടാകണം. ഗയാസുരന്റെ നിസ്വാർത്ഥമായ ആഗ്രഹം കേട്ട് ഭഗവാൻ പുഞ്ചിരിച്ചു. തഥാസ്തു, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ. ഭഗവാൻ അനുഗ്രഹിച്ച് മറയുകയും ചെയ്തു. ഭഗവാന്റെ വരസിദ്ധി ഗയാസുരനെ ഒരു സഞ്ചരിക്കുന്ന മോക്ഷ കവാടമാക്കി മാറ്റി. ഈ വാർത്ത ത്രിലോകങ്ങളിലും കാട്ടുതീ പോലെ പടർന്നു. പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഷ്ടപ്പെടാതെ മോക്ഷം നേടാമെന്നായപ്പോൾ പാപികളും മറ്റുള്ളവരും സകലരും ഗയാസുരനെ തേടിയെത്തി. എല്ലാവരും അവനെ സ്പർശിച്ച് മോക്ഷം നേടി സ്വർഗത്തിലേക്ക് യാത്രയായി. താമസം വിന സ്വർഗം തിങ്ങി നിറഞ്ഞു. നരകം പൂർണ്ണമായും ശൂന്യമായി. ഭൂമിയിലെ ധർമ്മ അധർമ്മങ്ങളുടെ സന്തുലിതാവസ്ഥ പൂർണ്ണമായും തകർന്നു. ആരും ഇനി പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ തയ്യാറാകില്ല. പരിഭ്രാന്തരായ ദേവന്മാരും യമരാജനും ചേർന്ന് ബ്രഹ്മാവിന്റെ സന്നിധിയിലെത്തി സങ്കടമുണർത്തി. പ്രഭോ, സൃഷ്ടിയുടെ താളം തെറ്റിയിരിക്കുന്നു. അങ്ങ് ഇതിനൊരു വഴി കാണണം. ദീർഘമായി ആലോചിച്ച ശേഷം ബ്രഹ്മാവ് പറഞ്ഞു: ഗയാസുരൻ തന്റെ ശരീരം ഒരു യാഗത്തിനായി ദാനം ചെയ്യുക എന്നതാണ് ഏക പോംവഴി. ദേവന്മാർ ഈ കാര്യം ഗയാസുരനോട് വിനയത്തോടെ ആവശ്യപ്പെട്ടപ്പോൾ അവൻ ഒട്ടും ആലോചിക്കാതെ സമ്മതിച്ചു. ഗയാസുരൻ യാഗത്തിനുള്ള വേദിയായി മാറി. യാഗം ആരംഭിച്ചു. പക്ഷേ അവന്റെ ശരീരം ഇളകാൻ തുടങ്ങി. അപ്പോൾ ഭഗവാൻ വിഷ്ണു ഒരു വലിയ ദിവ്യ ശിലയെടുത്ത് അവന്റെ നെഞ്ചിൽ വെച്ചു. എന്നിട്ടും അവന്റെ ചലനം നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഭഗവാൻ സ്വയം ആ ശിലയിൽ തന്റെ പാദം ഉറപ്പിച്ചു. ത്രിലോകനാഥനായ ഭഗവാന്റെ ഭാരം താങ്ങാനാവാതെ ഗയാസുരൻ നിശ്ചലനായി. അവൻ തന്റെ അവസാന ശ്വാസത്തിൽ പ്രാർത്ഥിച്ചു: ഭഗവാനെ, എന്റെ ശരീരം ലോകത്തിനായി സമർപ്പിച്ചിരിക്കുന്നു. എന്റെ ഈ ത്യാഗം വെറുതെ ആകരുത്. എന്നെ എന്നെന്നും ലോകം ഓർക്കണം. ഭഗവാൻ വിഷ്ണു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഗയാസുര, നിന്റെ ത്യാഗം അമൂല്യമാണ്. ഇന്നു മുതൽ നിന്റെ ഈ ശരീരം ഗയതീർത്ഥ എന്ന പുണ്യസ്ഥലമായി അറിയപ്പെടും. ഇവിടെ വന്ന് ആരവരുടെ പിതൃക്കൾക്കായി പിണ്ഡദാനം ചെയ്താൽ ആ പൂർവികർക്ക് മോക്ഷം ലഭിക്കും. യുഗങ്ങളോളം നിന്റെ നാമം ഈ പുണ്യഭൂമിയിൽ അമരമായി നിലനിൽക്കും. ഗയതീർത്ഥം ബീഹാർ സംസ്ഥാനത്തിലാണ്. വിഷ്ണുപാദ ക്ഷേത്രം ഉൾപ്പെടുന്ന ഗയാ നഗരം ഹൈന്ദവർക്ക് വളരെയധികം പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നു. പിണ്ഡദാനം നടത്താൻ ആയിരക്കണക്കിന് ആളുകൾ അവിടെ എത്തുന്നു. ആ പ്രേതശില ഇന്നും ഗയ എന്ന പുണ്യസ്ഥലത്ത് നിലനിൽക്കുന്നു. അതിൽ ഭഗവാൻ വിഷ്ണുവിന്റെ പാദമുദ്രകൾ പതിഞ്ഞിരിക്കുന്നു. ഒരു അസുരന്റെ പരമമായ ത്യാഗം ഇന്നും കോടിക്കണക്കിന് പൂർവികരുടെ ആത്മാക്കൾക്ക് ശാന്തിയും മോക്ഷവും നൽകി ലോകത്തിന് മാതൃകയായി നിലകൊള്ളുന്നു. ഇതാണ് യഥാർത്ഥ ഭക്തിയുടെയും മഹത്വത്തിന്റെയും ഉദാത്തമായ മാതൃക. ഗയാസുരന് ഭഗവാൻ വിഷ്ണു നൽകിയ വരത്തെക്കുറിച്ചുള്ള ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓം നമോ ഭഗവതേ വാസുദേവായ.